ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നാച്ചൂസ് കുക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് KFC ടൈപ്പിലെ ചിക്കൻ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കത് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആവശ്യമുള്ള ചിക്കൻ എടുത്തു വയ്ക്കുക. ചിക്കനിനെ നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് വരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മോരെടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈരിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തെടുത്ത മോരാണ്. അപ്പോൾ ഈ മോരിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് നമുക്കൊരു 15 മിനിറ്റോളം ഇതിലോട്ടൊന്ന് വെച്ചിരിക്കുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരിപ്പിലോട്ട് അരിച്ച് മാറ്റണം. ഇതിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. എന്നിട്ട് ചിക്കൻ മാത്രമായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലുള്ള അരിപ്പിലാണ് എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല തേക്കാം. ആദ്യം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2 ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല. ഒരു ചെറിയ 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ പിന്നെ അടുത്തത് കുരുമുളക് പൊടിയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ പൊടി കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊടികളൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ നീര് ചേർത്താലും മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ അത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂണോളം മതിയാകും. ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിലോട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ചിക്കൻ മസാല തേച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി കുറച്ച് സമയം ഇതുപോലെ വെച്ചിരിക്കുക. ഇതിപ്പോൾ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കാൻ ശ്രമിക്കുക. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോട്ടിങ്ങിനുള്ളത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മൈദാ മാവും നമുക്ക് ഒരു 1/2 കപ്പ് മൈദാ മാവിന് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള കണക്കിന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അങ്ങനെ ഞാൻ ഒരു 1/2 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അളവിലെടുക്കുക. ചിക്കൻ്റെ ആ ഒരു ഇതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ വൈറ്റ് കളർ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും കുറേ ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പോൾ നമുക്കുള്ളത് വെച്ച് ചെയ്യാം. ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഈ ചിക്കൻ്റെ മീതെയൊക്കെ ഒന്ന് ഇരിക്കുന്ന ആ ഒരു രീതിക്കാണ് കോൺഫ്ലെക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്.
പൊടിച്ചെടുത്തത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഓട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കോൺഫ്ലെക്സ് കുറച്ചേ ഉള്ളത് കൊണ്ട് കുറച്ച് ഓട്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, രണ്ടും ഉണ്ടെങ്കിൽ കുറേശ്ശെ അത് രണ്ട് മിക്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇനി കോട്ടിങ് ചെയ്യുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് സാധാരണ പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിതിന് ആവശ്യമുണ്ട്. മസാല തേച്ച് വെച്ച ചിക്കൻ നമ്മുടെ ഈ മൈദാമാവിൻ്റെ കോട്ടിങ്ങിലോട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ കോട്ടിങ് ഈ ചിക്കനെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഒന്ന് മുക്കിയിടുക. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പച്ച വെള്ളത്തിൽ നമുക്കിതൊന്ന് മുക്കിയിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊത്തം ഒന്ന് നനയ്ക്കുക, അങ്ങ് എടുക്കുക. ഇങ്ങനെ ഒന്ന് നനയ്ക്കുക. ഉടനെ തന്നെ അപ്പോഴും തന്നെ എടുക്കുക. വീണ്ടും നമുക്ക് ഈ കോട്ടിങ്ങിലൊന്ന് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഈ മൈദാമാവിൻ്റെ മിക്സിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മളൊന്ന് മുക്കിയതിന് ശേഷം ഈ വെള്ളത്തിലൊന്നിട്ട് മുക്കി, അപ്പോൾ ആ നനവിൽ എല്ലാം ഒന്ന് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കുക. ഉടനെ തന്നെ അങ്ങ് എടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് ഈ മാവിലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചൂട് എണ്ണയിലോട്ടിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും ടേസ്റ്റും അത്രയ്ക്ക് മൊത്തമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ ഈ KFC നമുക്കത് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണും ഇതൊക്കെ കാരണം നമുക്ക് പുറത്തിറങ്ങി ഇതുപോലുള്ള ആഹാരം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടെ ആണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കഴിക്കാം. വീട്ടിൽ ചെയ്യാനും പറ്റുന്ന വളരെ ഈസി മെത്തേഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളത് ആദ്യം നമുക്ക് ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ, അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. കുക്കറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു നല്ല ഒരു പ്രത്യേക ഒരു രീതിയിലായിരിക്കും. അതായത് അകമൊക്കെ ഒന്ന് നല്ല വെന്ത് കിട്ടും. കുക്കറിൻ്റെ ആ ഒരു ചൂടടിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത് നമ്മുടെ ഈ ചിക്കൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സാധാ രീതിയിൽ പാനിൽ വെച്ചും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു പാനിൽ ചെറുതായിട്ട് 2 പീസൊക്കെ വെച്ച് അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഇത്രയും ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിൽ വലിയ പീസൊക്കെ ആണെങ്കിൽ ഒന്ന് വെന്തൊന്ന് കിട്ടുന്ന ആ ഒരു പിന്നെ അകമൊക്കെ ഒന്ന് കുറേ കൂടെ വേഗം. അപ്പോൾ ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മൊത്തം ഫ്രൈ ചെയ്തത് ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂലോട്ട് വെക്കുന്നുണ്ട്. അത്രയ്ക്ക് എണ്ണയൊന്നും പിടിക്കില്ല. ഇത് കോരി എടുക്കുന്നതിൻ്റെ ആ ഒരു ചൂടും കൂടെ ആയതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ വെക്കാത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി ഇടുക. പുതുതായിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.